ഗോവയിൽ തിക്കിലും തിരക്കിലും പെട്ട 7 പേർ മരിച്ചു, 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ശിർഗാവ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് ദുരന്തമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ശ്രീനാഥ്? 7 പേർ മരിച്ചു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആശുപത്രിയിൽ എത്തിയതായി വിവരമുണ്ടല്ലോ. തീർച്ചയായും SKN, ഇപ്പോൾ മരണസംഖ്യ 7 ആവുന്നു. രാവിലെ 6 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. 50-ലേറെ പേർ ആശുപത്രികൾ ചികിത്സയിലുണ്ട്. പ്രധാനമായും മപ്പൂസയിലുള്ള ജില്ലാ ആശുപത്രിയിലാണ് കൂടുതൽ പേരെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഗോവയിലെ ഈ ഷിർഗാവ് എന്നത് ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ്. എല്ലാ വർഷവും വാർഷികമായി എല്ലാ വർഷത്തിലും ഒരു ദിവസം ഒരു വലിയ ഘോഷയാത്ര ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട അവിടെ നടക്കാറുള്ളതാണ്. അതിനുവേണ്ടി നിരവധി ആളുകൾ സംസ്ഥാനത്തിൽ അകത്തു നിന്ന് മാത്രമല്ല പുറത്തു നിന്ന് പോലും വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്താറുണ്ട്. അങ്ങനെ ഇന്നലെ വൈകിട്ടോടെയാണ് ഒരു ഘോഷയാത്ര നടക്കുന്നത്. പിന്നീട് പെട്ടെന്ന് എന്തുണ്ടായി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പെട്ടെന്ന് ആളുകൾക്കിടയിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാകുന്നു, ആളുകൾ ചിതറി ഓടാൻ ശ്രമിക്കുന്നു. അതിനിടയിലാണ് വലിയ തിക്കും തിരക്ക്. കാരണം അത്രയധികം ആളുകൾ ഈ പരിപാടിയിൽ, ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. ഏതായാലും 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അതിൽ ചിലരൊക്കെ ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ മരിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് എത്തിയിട്ടുണ്ട്. ആശുപത്രിയിലെ സാഹചര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ചിലരുടെ നില ഗുരുതരമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ചിലർ അതീവ ഗുരുതരാവസ്ഥയിൽ എന്നതാണ് ഗോവയിലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്. ഏതായാലും വലിയൊരു ദുരന്തമാണ്. സമീപകാലത്ത് ഇങ്ങനെയൊന്നും ഗോവയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഏതായാലും വിശദമായൊരു അന്വേഷണം നടത്തും. ഏതായാലും ഇതുവരെ അങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് വിശദമായ ഈ ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അതേസമയം 50-ലേറെ പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ.